പ്രേക്ഷകർക്ക് മെഡി ട്രാക്കിലേക്ക് സ്വാഗതം. സാധാരണ കുട്ടികളിൽ കാണുന്ന അപസ്മാരം, ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷയൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കാർത്തികയാണ്. മാം, വെൽക്കം. താങ്ക് യു. സി മാം, കുട്ടികളിൽ കാണുന്ന അപസ്മാരം, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അതാണ്. മുതിർന്നവരിൽ അപസ്മാരം നമ്മൾ കാണാറുണ്ട്. കുട്ടികളിൽ കാണുന്ന അപസ്മാരത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ടാവും? കുട്ടികളിൽ കാണുന്ന അപസ്മാരം പലതരത്തിൽ ഉണ്ടാവും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് ഒരു 100-ൽ 1 കുട്ടിക്ക് എന്നുള്ള രീതിയിൽ കാണുന്നത് പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരമാണ്. പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരങ്ങളിൽ തന്നെ പലതരത്തിലുള്ള അപസ്മാരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരത്തിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. കാരണം എന്താ വെച്ചാൽ അതാണ് ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരങ്ങൾ സാധാരണമായിട്ട് അത് വീടുകളിൽ സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ അനിയത്തിമാരുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 3 ജനറേഷൻസിൽ ആർക്കെങ്കിലും സാധാരണയായിട്ട് ഫാമിലിയിൽ തന്നെ ചെറിയ പ്രായത്തിൽ ഇതേപോലെ പനീൻ്റെ കൂടെ അപസ്മാരം വന്നിട്ടുള്ള ഹിസ്റ്ററി വളരെ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഇപ്പോൾ അവരുടെ ഉമ്മമാരോ ഉപ്പമാരോ അവർക്കെല്ലാം കണ്ട് പരിചയം ഉള്ള ഒരു രീതിയിലുള്ള കാര്യമാണ് പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരം എന്ന് പറയുന്നത് പനീൻ്റെ ആദ്യത്തെ ദിവസം തന്നെയാണ് വരിക. അതായത് ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ സാധാരണ പനീൻ്റെ കൂടെ വരുന്ന അപസ്മാരങ്ങൾ വരിക. പിന്നെ ഇത് വരുന്നത് മാക്സിമം പോയാലൊരു 15 മിനിറ്റിനുള്ളിൽ കുട്ടി കംപ്ലീറ്റ്ലി മുഴുവനായിട്ടും നോർമൽ ആകും. പിന്നെ അതല്ലാതെ ഈ വരുന്ന അപസ്മാരം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ശരീരത്തിനെ ഒന്നുകിൽ സ്റ്റിഫാക്കുക, അല്ലെങ്കിൽ കണ്ണ് മേലോട്ടാവുക, ക്ഷീണം വരിക, ബോധം പോവുക, അങ്ങനത്തെ ഒരു രീതിയിലാണ്. അല്ലാതെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗത്തോട്ട് കഴുത്ത് കണ്ണു പോകുന്നതോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൈകാലടിക്കുന്നതോ അതെല്ലാം സാധാരണ പനീൻ്റെ കൂടെ വരുന്ന സിമ്പിളായിട്ട് വരുന്ന അപസ്മാരത്തിൻ്റെ ഒരു രീതിയല്ല. അപ്പോൾ സാധാരണ 24 മണിക്കൂറിനുള്ളിൽ വരുന്നതും ഇതേപോലെ ഒരു 15 നിമിഷത്തിൽ തന്നെ കുട്ടി കംപ്ലീറ്റ്ലി നോർമൽ ആവുന്നതും ശരീരം മുഴുവനായിട്ടുള്ള ഇൻവോൾവ് ആകുന്നതുമായിട്ടുള്ള അപസ്മാരങ്ങൾ നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് അഥവാ പനീൻ്റെ കൂടെ വരുന്ന സാധാരണമായ ഒരു ഫിറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന ഫിറ്റ്സിനെ പറ്റി നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്നതും ഈ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. എപ്പിലെപ്സി എന്ന് പറയുന്നത് ഇപ്പോൾ പനീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടോ അങ്ങനെ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അത് ജനറ്റിക് കാരണങ്ങളാകാം, അല്ലെങ്കിൽ കാരണം അറിയാത്ത മൾട്ടിപ്പിൾ രീതിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രീതി കൊണ്ടും വരാം. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ വന്നതിനപ്പുറം പിന്നെയും ആ കുട്ടിക്ക് അത് വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അപ്പം മാത്രമാണ് നമ്മൾ അതിനെ എപ്പിലെപ്സി എന്നുള്ള ഒരു ടേമിൽ പറയുന്നത്. ഇപ്പം എപ്പിലെപ്സി, ഫിറ്റ്സ്, സിഷർ ഇതെല്ലാം സെയിം ആണോ, അല്ല അത് ഡിഫറെന്റ് സിറ്റുവേഷൻ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇത് അതെല്ലാം മേ ബി ഒരു പാരന്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ എല്ലാ അപസ്മാരമാണ്. അതെ 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 അല്ല, എല്ലാം വ്യത്യാസമുണ്ട്. എപ്പിലെപ്സി എന്ന് പറയുന്നതും സീഷർ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാവാനുള്ള കാരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് വ്യത്യാസപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ അപസ്മാരത്തിന്റെ കോസ്, അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് അപസ്മാരം എന്ന് പറയുന്നത് ഈ പനീൻ്റെ കൂടെ വരുന്നത് ഒരിക്കലും എപ്പിലെപ്സി അല്ല. പനീൻ്റെ കൂടെ വരുന്നത് ഫെബ്രൈൽ സീഷേഴ്സ്, അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എപ്പിലെപ്സി അല്ല. മനസ്സിലായില്ലേ? അപ്പം എപ്പിലെപ്സി എന്ന് പറയുന്നത് പല പല കാരണത്താൽ വരാം. അത് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് അത് കാണുന്നത് ജനന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം വളർന്നുകൊണ്ട് ഇരിക്കുന്ന തലച്ചോറിന് എന്തെങ്കിലും പ്രശ്നം വന്നു. അത് ഷുഗർ കുറഞ്ഞു പോയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ജനിച്ച സമയത്ത് കുട്ടി കരയാത്തത് കൊണ്ട് ബ്രെയിൻ ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാവാം, ചില സമയത്ത് ജോണ്ടിസ് ഒത്തിരി അധികമായി അങ്ങനെ ബ്രെയിനിന് ഡാമേജ് വരുന്നത് കൊണ്ടാവാം. അങ്ങനെ ജനന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ 1 മാസത്തിൽ കുഞ്ഞിൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ബ്രെയിനിന് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഇഞ്ചുറി വന്നു. അപ്പം അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ അപസ്മാരം വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അങ്ങനെ വളരെ കോമൺ ആയിട്ട് അതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ ഇൻസിഡൻസ് വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നമ്മളുടെ ആ ഒരു ഗർഭസമയത്തെ ഉള്ള ചെക്കപ്സും പിന്നെ കുഞ്ഞുങ്ങളെ നിയോനേറ്റൽ സർവീസസ് എല്ലാം വളരെയധികം മെച്ചപ്പെട്ടതുകൊണ്ട് കേരളത്തിൽ അത് മുന്നെത്തുന്നതിനെക്കാട്ടിലും വളരെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെയും ഷുഗർ കുറഞ്ഞു കൊണ്ടുപോകുന്നത് കൊണ്ടുള്ള ഇഞ്ചുറീസും അതേപോലെ ജനന സമയത്ത് ഓക്സിജൻ കിട്ടാതെ വന്നിരുന്ന ഇഞ്ചുറീസ് എല്ലാം വളരെ കോമൺ ആയിട്ട് തന്നെ അത്
ഈ എപ്പിലെപ്സി, അതെ, ആ കുട്ടികൾക്ക് എപ്പിലെപ്സി എന്നുള്ള ആ ഒരു രോഗം വരാനായിട്ട് റിസ്ക് ഫാക്ടർ ഉണ്ട്. പിന്നെ അതല്ലാതെയും പല പല കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജനറ്റിക് കാരണങ്ങൾ എന്ന് പറയും. അതായത് ചില ജീൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഉണ്ട്. അപ്പൊ ചില ജീൻസ് ഇതേപോലെ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിനെ, അതായത് ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്, അപ്പൊ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ജീനുകളുണ്ട്. അപ്പൊ ആ ജീനുകളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇതേപോലെ തന്നെ കുട്ടികൾക്ക് എപ്പിലെപ്സി വരാം. അങ്ങനെ വരുന്ന അപസ്മാരവും പിന്നെയും വരാനുള്ള റിസ്ക് ഉള്ള ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റിപ്പീറ്റഡ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു അപസ്മാരം ഒരു പ്രാവശ്യം വന്നിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എപ്പിലെപ്സിയുടെ സാധ്യതയാണ് അല്ലേ? അങ്ങനെയാണ് സിഷർ. അതെങ്ങനെ ഇപ്പം ഒരു പാരന്റ് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവൻ ഞാൻ പറഞ്ഞേ, ഇപ്പം സാധാരണ കുട്ടികൾക്ക് ഇപ്പം പനി വന്നു കഴിഞ്ഞ് വരുന്ന അപസ്മാരം ഇതേപോലെ ഒരു 6 വയസ്സ്, ഇപ്പം ഞാൻ പറഞ്ഞ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറഞ്ഞത് ഒരു 6 വയസ്സ് വരെ മേ ബി 10 പ്രാവശ്യം 12 പ്രാവശ്യം വരെയും വരാം. ഓക്കെ, അത് പക്ഷേ എപ്പിലെപ്സി അല്ല. കാരണം അത് നമുക്കറിയാം, അത് സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് ആണ്, പനീന്റെ കൂടെ കുട്ടിക്ക് വരുന്നതാണ്. അത്ര ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. മനസ്സിലായോ? പിന്നെ സപ്പോസ് വളരെ കോമൺ ആയിട്ട് വേറെ കാണുന്ന ഒരു കാര്യമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അതായത് കുട്ടികൾക്ക് ഏതെങ്കിലും വൈറസ് ഇൻഫെക്ഷൻ കാരണമോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണമോ കുട്ടികൾക്കുള്ള ബ്രെയിനിലോട്ട്, ഇതിപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പം നമ്മുടെ അമീബിക് ജ്വരം പോലും, മസ്തിഷ്ക ജ്വരം പോലും, അപ്പം അതെല്ലാം ഏതെങ്കിലും ഒരു അണുബാധ കാരണം ബ്രെയിനിൽ ഇൻഫെക്ഷൻ വന്നത് കാരണം കുട്ടിക്ക് ഫിറ്റ്സ് എന്നുള്ള ഒരു സിംറ്റം വന്നു. മനസ്സിലായി? അപ്പം ഇൻഫെക്ഷൻ കാരണം വരുന്നതും നമ്മൾ ആ ഒരു പ്രാവശ്യം വന്നതല്ലാതെ പിന്നെയും വരാനുള്ള ഒരു സാധ്യത കുറവാണ്. ആ ഇൻഫെക്ഷൻ വന്ന് ബ്രെയിനിൽ അതെങ്കിലും പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കി, ബ്രെയിനിൽ ഒരു ഡാമേജ് ഏരിയ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെയും ഫിറ്റ്സ് വരാനുള്ള റിസ്ക് ഉണ്ട്. അതല്ലാതെ ഒരു ഇൻഫെക്ഷൻ വന്ന് ഫിറ്റ്സ് ഉണ്ടാവുന്നത് പിന്നെയും വരാനുള്ള റിസ്ക് ഇല്ല. അപ്പം അതും നമ്മൾ എപ്പിലെപ്സി എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ അതിനെ നമ്മൾ പ്രൊവോക്കേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ അപസ്മാരം ഉണ്ടാക്കാനായിട്ടുള്ള എന്തോ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം വയറിളക്കം വന്നിട്ടാണെങ്കിൽ ഒത്തിരി അവരുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടുമ്പോൾ അവരുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും അളവുകളെല്ലാം വേരി ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് സോഡിയം കുറഞ്ഞതുകൊണ്ട് ഫിറ്റ്സ് വരാം, കാൽഷ്യം കുറഞ്ഞതുകൊണ്ട് ഫിറ്റ്സ് വരാം കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ അതെല്ലാം നമുക്കൊരു കാരണമുണ്ട് അതിന്. അപ്പോൾ ഇതുകൊണ്ടാണ് അത് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാരണം നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് രണ്ടാമതും അത് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ അതിനെയെല്ലാം നമ്മൾ സീഷേഴ്സ് എന്ന് പറയാം. അതായത് സിംറ്റമാറ്റിക് സീഷേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു സിംറ്റമാണ് സീഷേഴ്സ്. പക്ഷേ അതൊരിക്കലും നമ്മൾ എപ്പിലെപ്സി എന്നുള്ള രീതിക്ക് പറയുന്നില്ല. സീഷേഴ്സ് ഇതും ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടോ? സീഷേഴ്സ് ഇപ്പം നമ്മൾ പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുണ്ടോ? ഡിഫറൻസ് ഒത്തിരി തരത്തിലുള്ള ഈ അപസ്മാരം എന്ന് പറയുന്നത് മേ ബി ഒത്തിരി തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാവാം. ഇപ്പോൾ അത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളെല്ലാവരും കണക്കാക്കുന്നത് 2 കൈകാലും ടൈറ്റാക്കുന്നു, വിറയ്ക്കുന്നു, കണ്ണെല്ലാം മേലെ പോകുന്നു, പല്ല് കടിക്കുന്നു, പത വരുന്നു, ആ സമയത്ത് ഇരുമ്പ് കൊടുക്കുന്ന കാണുന്നു. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഒരു തെറ്റായ ധാരണയല്ല. അതിന് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും എവിഡൻസ് ഇല്ല. മെഡിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ല. അത് പണ്ട് ആരോ എങ്ങനെയോ ചെയ്തൊരു വിഷയം വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതിനെ നമ്മൾ പറയുന്നത് ജനറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മുഴുവനായ ശരീരം ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു അപസ്മാരത്തിനെയാണ്. അതാണ് നമ്മൾ കോമൺലി ആളുകൾ മനസ്സിലാക്കുന്നത്. അത് അപസ്മാരമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. പക്ഷെ അതല്ലാതെയും പലതരത്തിലുള്ള അത് എസ്പെഷ്യലി കുട്ടികളിൽ നമ്മൾ OPD ഇരിക്കുമ്പോൾ അത് നമ്മൾ ആ ഹിസ്റ്ററി മണിക്കൂർ കണക്കിന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ശരിക്കും ഒരു സീഷറിന്റെ സിംറ്റം ആണെന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് അവർക്ക് പറയാൻ അറിയില്ല. അത് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഇതാണ് എൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മളോട് പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവര് പറയുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിലാണ്. അത് നമ്മൾ OPD വളരെ രസമുള്ള വിവരണങ്ങളായിട്ട് കുട്ടികൾ വരാറുണ്ട്. ഒരു കുഞ്ഞെന്നോട് കഴിഞ്ഞ ആഴ്ച വന്നു പറഞ്ഞത് കാലാവസ്ഥയായി പോകുന്നു എന്ന്. അപ്പം എന്താണ് ഈ കാലാവസ്ഥ? എന്താണ് കാലാവസ്ഥ? അവൻ പറയുന്നത് അത് പിന്നെ അപ്പം അവൻ കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനും ഇവനെന്തോ കാലാവസ്ഥ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് മുന്നേ
അതായത് നമ്മളിപ്പം പെട്ടെന്നൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇത് മുന്നേ നടന്നിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഞാൻ മുന്നേ അങ്ങനത്തെ ഒരു ഫീലിംഗ്. അപ്പൊ അതിനെ നമ്മൾ മെഡിക്കലി പറയുന്നത് ഡെജാവു എന്നുള്ളൊരു ഫിനോമിനയാണ്. അത് നമ്മൾ സാധാരണ ആൾക്കാർക്കും ഇടയ്ക്ക് വരാറുണ്ട്, നെഞ്ചെടുപ്പ് കൂടുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള കുറെ സിംറ്റംസ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു തരത്തിലുള്ള, അപ്പൊ ഇങ്ങനെയും കുഞ്ഞുങ്ങളിൽ മാത്രമല്ല വലിയ ആൾക്കാരിലും. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതൊരു ഡയഗ്നോസ് ചെയ്യില്ലെന്നല്ല, നമുക്ക് സാധാരണ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സ്കാനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ കിട്ടുന്ന ഒരു വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് കുട്ടികളെത്തി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെ സംസാരിക്കുന്നതിലാണ്. അപ്പോ അതിലൂടെ സൈക്കോളജിക്കൽ അപ്രോച്ച് കൂടി അതിൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു കൗൺസിലിംഗ് ചെയ്ത പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, കേസ് ഹിസ്റ്ററി കിട്ടാൻ സാധ്യതയുള്ളൂ. അതെ അതെ. അപ്പം ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമായിട്ട് ഒരു ഫാമിലി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിലെ ഏറ്റവും കീ എലമെന്റ് എന്ന് പറയുന്നത് ടെസ്റ്റുകളല്ല. ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് സംസാരിച്ച് കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നില്ല. അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നതും. അപ്പോൾ അതേ പറഞ്ഞ അപ്പം പിന്നെ ചില കുട്ടികൾ ഇതേപോലെ സ്റ്റക്കായി പോകുന്നത് പിന്നെയും ആൾക്കാർക്ക് അറിയുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതാന്ന് തോന്നുന്നു. കുട്ടി പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നു, ഒരു പ്രതിമ പോലെ ആവുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെ അവർ തുടർന്ന് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മാക്സിമം ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവും, ദെൻ ബാക്ക് ടു നോർമൽ, അങ്ങനത്തെ ഒരു രീതിയിൽ. അതൊരു തരത്തിലുള്ള സീഷേഴ്സ് ആണ്. അതിനെ നമ്മൾ ആബ്സെൻസ് സീഷേഴ്സ് എന്ന് പറയും, അതായത് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത് ഇതിൽ. പിന്നെ കുട്ടികളിൽ ഇതേപോലെ അപ്പം നമ്മൾ ഈ ഓരോ രീതിയിലുള്ള ഫിറ്റ്സിൻ്റെയും സിംറ്റംസ് അനുസരിച്ചിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഓരോ രീതിയിലുള്ള സിംറ്റംസിനും ഓരോ പേരുകളുണ്ട്, അതിന് ഓരോ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, അതിന് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകളും വ്യത്യാസം ആണ്. അപ്പോൾ ഇപ്പം ഡിസ്കസ് ചെയ്ത പോലെ ആബ്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഇതാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ ചിലർക്ക് ഓട്ടോണോമിക് സിംറ്റംസ് എന്ന് പറയും. ഓട്ടോണോമിക് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത്, ആ ഛർദ്ദിക്കാൻ വരുന്നതിൻ്റെ കൂടെ മുഖമെല്ലാം വളരെയധികം വിളറി പോകുന്നത്, കൈകാല് തണുത്ത് പോകുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് കണ്ണോ കഴുത്തോ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകുന്നത്, ആ രീതിയിൽ വരുന്നത് പോലും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മീൻസ് മന്ത്ലി വൺസ് ആവാം, മാസത്തിലൊരു പ്രാവശ്യം ആവാം, അല്ലെങ്കിൽ 3 മാസത്തിലൊരു പ്രാവശ്യം ആവാം. പക്ഷെ അങ്ങനെ ആ വരുന്നതെല്ലാം ഒരു 5-10 മിനിറ്റ് നീണ്ടു നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്ത് കുട്ടി ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആവാണ്. അപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലുള്ളതും ഒരു തരത്തിലുള്ള അപസ്മാരത്തിൻ്റെ രീതിയിലുള്ള സിംറ്റംസ് ആവാം. ചില കുഞ്ഞുങ്ങൾ വിഷ്വൽ സിംറ്റംസ്, കണ്ണിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ മാത്രമായിരിക്കും വരുന്നത്. ഇപ്പോൾ അവർ എന്തെങ്കിലും വെളിച്ചം കാണുന്നു, അതിങ്ങനെ നീങ്ങിപ്പോകുന്നു, ആ സമയത്ത് ആ വെളിച്ചത്തിനെ ഫോളോ ചെയ്യാൻ വേണ്ടി അവർ കണ്ണും കഴുത്തും തിരിച്ചും ആ ഒരു രീതിയിലോട്ട് പോകുന്നു. അപ്പം അതും ഇതേപോലെ തന്നെ ഒരു നമ്മുടെ ബ്രെയിനിലെ ഓരോരോ സ്ഥലങ്ങളുണ്ട്. അപ്പം ആ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പ്രവർത്തനങ്ങൾക്ക് ഓരോ രീതിയിലുള്ള സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ചില കുട്ടികൾക്ക് ഈ കണ്ണിന്റെ മുന്നിൽ ഇല്ലാത്തൊരു കാര്യം, അതായത് വെളിച്ചമായിരിക്കാം, ചിലർക്ക് രൂപങ്ങളായിരിക്കാം അത് കാണുന്നത്, അവരതിനെ ഫോളോ ചെയ്യുന്നത്, ആ സമയത്ത് കണ്ണ് കഴുത്ത് ചെരിഞ്ഞു പോകുന്നത്. ചില കുട്ടികൾക്ക് കേൾക്കുന്നതായിരിക്കും, എന്തെങ്കിലും സൗണ്ട്, അത് നമ്മൾ കേൾക്കാത്ത സൗണ്ട് അവർ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. ചില കുട്ടികൾ പറയുന്നുണ്ട് എപ്പോഴും ഒരു മൂളൽ, ആ മൂളൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പേടി വരുന്നത്, എൻ്റെ അടുത്ത് ആരെങ്കിലും വേണമെന്നുള്ള തോന്നൽ. അങ്ങനത്തെ രീതിയിലെല്ലാം നമ്മുടെ ബ്രെയിനിൽ നിന്ന് എവിടെ നിന്നാണോ ആ ഒരു സിംറ്റംസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ ഓരോ തരത്തിലുള്ള സിംറ്റംസ് മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് സാധാരണ ഏത് രോഗത്തിനെയും നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മാഡം പറഞ്ഞു ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. നമ്മളൊരു സാധാരണ ഒരു സ്കാനിങ്ങിൽ പോകുന്ന പോലെ ഒരു ഡയറക്റ്റ് ഡയഗ്നോസിസ് ടെസ്റ്റ് ഇവിടെ നമുക്ക് പ്രായോഗികമെല്ലാം തോന്നും. പക്ഷെ എങ്ങനെയാണ് ഇത് സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇത് തിരിച്ചറിഞ്ഞ് അച്ഛനമ്മമാർ നമ്മളുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ എത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരോട് സംസാരിച്ച ഹിസ്റ്ററി എലിസിറ്റ് ചെയ്യുന്നതിലാണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് കുഞ്ഞിനോടും അതല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാരോടും എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട്, അതിന് ആ ഒരു സമയത്തെ കാര്യം മാത്രമല്ല, അതിന് മുന്നേ ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്, അതിന് മുന്നേ ആ കുഞ്ഞ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ സമയം തൊട്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയി ചോദിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവും ഈ കുഞ്ഞിന് ബ്രെയിനിൽ ഏത് ഭാഗത്ത് നിന്നാണ് പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ നമുക്ക് ആ കുഞ്ഞിൻ്റെ ഈ ഒരു പ്രശ്നത്തിനെ ഏത് രീതിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്, അതായത് ഏത് ബ്രെയിനിൽ ഒരു സ്ഥലത്തു നിന്നാണോ അതോ മൊത്തത്തിൽ നിന്നാണോ പ്രശ്നം വരുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നെല്ലാം നമുക്ക് കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ച് അവനെ പരിശോധിച്ച് കഴിയുന്ന സമയത്തേക്ക് നമുക്കൊരു ഡയഗ്നോസിസ് നമ്മൾ ഉണ്ടാക്കുന്നു.
അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഈ ഒരു അപസ്മാര രോഗങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് EEG എന്ന് പറയുന്ന ടെസ്റ്റ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഇവിടെ സ്കാൽപ്പിൽ ഇതേപോലെ ഇലക്ട്രോഡ്സ് വെക്കും. അപ്പം അത് ഇതേപോലെ ഓരോ സ്പെസിഫിക് ഏരിയാസിന് മാപ്പ് ചെയ്യാനുള്ള തരത്തിലുള്ള ഇലക്ട്രോഡുകളുണ്ട്. അപ്പം ആ ഇലക്ട്രോഡുകൾ നമ്മൾ ഘടിപ്പിച്ചിട്ട് കുഞ്ഞിനെ മോസ്റ്റ്ലി ഉറങ്ങുന്ന സമയത്ത് ആണ് നമ്മൾ പ്രിഫറബിളി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ EEG ചെയ്യുന്നത്. അപ്പം നമ്മൾ മിനിമം ഒരു 40 മിനിറ്റ്, അത് പക്ഷേ എത്രത്തോളം ഓരോ കുഞ്ഞിൻ്റെയും സിംറ്റംസ് അനുസരിച്ച് ഏത് സമയത്താണ് ചെയ്യേണ്ടത്, എത്ര സമയം ചെയ്യണം, ഉറക്കത്തിലാണോ അതോ എഴുന്നേൽക്കിരിക്കുന്ന അവസ്ഥയിലാണോ, അപ്പം അതെല്ലാം നമ്മൾ EEG ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. EEGയിൽ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അതും നമുക്കറിയാം, നമ്മളിപ്പം കുഞ്ഞിന് ഡയഗ്നോസിസ് വെച്ചിട്ടുള്ള അപസ്മാരത്തിന് ഓരോ രീതിക്കും ഓരോ രീതിയിലുള്ള EEG ആണ് കിട്ടുക. ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് EEGയിൽ നമുക്ക് കിട്ടുന്നത്. ഒരു ചില അപസ്മാരങ്ങളിൽ ടിപ്പിക്കൽ, അതായത് ടിപ്പിക്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ സപ്പോസ് ഈ സ്റ്റക്കായി പോകുന്ന രീതിയിലുള്ള അപസ്മാരമാണെങ്കിൽ EEGയിൽ ഏത് രീതിയിലാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ടിപ്പിക്കലായിട്ട് അറിയാം. അപ്പം അത് തന്നെ ആയിരിക്കും നമുക്കതിൽ കിട്ടുന്നതും. അപ്പം നമുക്ക് ഡയഗ്നോസിസ് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ചില അപസ്മാരങ്ങളിൽ എപ്പോഴും EEG അബ്നോർമൽ ആയിക്കോളണമെന്നും ഇല്ല. ചില അപസ്മാരങ്ങളിൽ, കാരണം നമുക്ക് ആ കുട്ടിക്ക് ആ എപ്പിസോഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും EEG കിട്ടിക്കൊള്ളണമെന്നും ഇല്ല, മനസ്സിലായോ? അപ്പം എപ്പോഴും ആ ഒരു സമയത്ത് EEG കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് ഒരു 6 മണിക്കൂർ 10 മണിക്കൂർ ചിലപ്പം 24 മണിക്കൂർ വരെയും നമ്മൾ EEG ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോയും കൂടെ ഘടിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കുഞ്ഞിൻ്റെ മുഖം ഫോക്കസ് ചെയ്ത് എന്തൊക്കെ സിംറ്റംസ് ആണ് കുഞ്ഞിന് വരുന്നത്, ആ ഒരു സമയത്ത് ബ്രെയിനിൽ എന്ത് വ്യത്യാസങ്ങളാണ് കാണുന്നത്, അതാണ് നമ്മൾ EEGയിൽ നോക്കുന്നത്. അപ്പം EEG ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഡയഗ്നോസിസിനായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇപ്പോൾ കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ മാം, ഈ ഡയഗ്നോസിന് ശേഷം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പോകുന്ന ട്രീറ്റ്മെന്റിലേക്കാണ്. ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിസിൻ ഏതൊക്കെയാണ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ EEG കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചില കുട്ടികൾക്ക് സ്കാൻ എടുക്കേണ്ട ആവശ്യമുണ്ടാവാം, ബ്രെയിനിന്റെ സ്കാൻ. അത് നമ്മൾ MRI സ്കാനാണ് ചെയ്യുന്നത്. അതിൽ തന്നെ അപസ്മാരം ഉള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്രോട്ടോകോൾ ഉണ്ട്. അത് സാധാരണ MRI ചെയ്യുന്നത് പോലെയാണ്, നമ്മൾ എപ്പിലെപ്സി പ്രോട്ടോകോൾ എന്ന് പറയും. അത് ബ്രെയിനിലെ തിന്നായിട്ടുള്ള സെക്ഷൻസിനെ വളരെ ഡീറ്റെയിൽഡ് ആയി എടുത്ത് ബ്രെയിനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ വ്യക്തമായി നോക്കുന്ന MRI ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ MRI എടുത്തതിന് ശേഷം സപ്പോസ് ബ്രെയിനിൽ അങ്ങനത്തെ റിലേറ്റഡ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ അപസ്മാരത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. അതിന് നമ്മൾ ആൻറ്റി സീഷർ മെഡിക്കേഷൻസ് എന്ന് പറയും. അപ്പം അത് ആ ഓരോ മരുന്നുകളും പ്രവർത്തിക്കുന്നത് ഓരോരോ തരത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്നോസിസ് ആയതിനു ശേഷം ഓരോ കുഞ്ഞിൻ്റെയും സിംറ്റംസ് അനുസരിച്ച് അല്ലെങ്കിൽ MRIയിൽ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്നനുസരിച്ച് നമ്മൾ ഏത് മരുന്നാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം തീരുമാനിച്ച് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ കുഞ്ഞിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസ്, അതെല്ലാം ഓരോ കുഞ്ഞിൻ്റെയും ഓരോന്നിനും ഓരോരോ ഡോസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് മരുന്നിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ സാധാരണ ഈ അപസ്മാരത്തിനൊക്കെ മരുന്ന് കഴിക്കുന്ന കുട്ടികൾ ത്രൂ ഔട്ട് ലൈഫിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്നുള്ളൊരു ധാരണയുണ്ട്. എത്രത്തോളം ശരിയാണോ? അല്ല അല്ല അല്ല, അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഡെഫിനറ്റ്ലി. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ അപസ്മാരത്തിൻ്റെയും കാരണം അനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ മിക്ക കുട്ടികളിൽ വരുന്ന അപസ്മാരങ്ങളുണ്ട്. നമ്മൾ ഈ ജനറലൈസ്ഡ് ഇപ്പോൾ ഈ സ്റ്റക്കായി പോകുന്നത്, അല്ലാതെ ഇപ്പം ഇങ്ങനെ മുഴുവനായിട്ട് ശരീരം വരുന്നത്, അപ്പം അതെല്ലാം MRI നോർമലാണ്, EEGയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാലും നമുക്ക് മാക്സിമം മരുന്ന് എടുക്കേണ്ടി വരാം ഒരു 2 to 3 years അതായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് പതുക്കെ നിർത്തി മിക്ക കുട്ടികളും പിന്നെ നോർമൽ ലൈഫ്, ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി നോർമൽ ലൈഫ് ആയിരിക്കും. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും സാധാരണ ഇങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ പണ്ടൊക്കെ നാട്ടുമ്പുറത്തൊക്കെ പറയും, ഇങ്ങനെ പുഴയുടെ തീരത്തേക്ക് പോകാൻ പാടില്ല, കുട്ടികൾ ഇങ്ങനെ വെള്ളം, അങ്ങനെയൊക്കെയുള്ള ഒരു ചില തെറ്റിദ്ധാരണകളോ ഉണ്ട്. ആക്ച്വലി ഇവർക്കൊരു നോർമൽ ലൈവായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതായത് ഇപ്പം എഗൈൻ ഓരോ കുഞ്ഞിൻ്റെയും അപസ്മാരത്തിനുള്ള കാരണം
ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതനുസരിച്ച് ഓരോ കുഞ്ഞിനോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ന്യൂറോളജി റിലേറ്റഡ് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മിത്സും മിസ്കൺസെപ്ഷൻസും ഉള്ളത് അതെ അപസ്മാരത്തിൽ തന്നെയാണ്. അപ്പോ അത് അവരെ ലീഡ് ചെയ്യുന്ന മറ്റൊരു തരത്തിലേക്കായിരിക്കും. കുട്ടിയെ മാത്രമല്ല ആ പാരന്റ് ആ ഫാമിലിനെ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക്. അതെ, ഇപ്പൊ ചിലരെ ഇപ്പം പറയാറുണ്ട് എന്തോ തെറ്റ് ചെയ്തതിനെ കൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ബാധ കയറുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ അപസ്മാരം എന്ന് പറഞ്ഞിട്ടുള്ള കുറഞ്ഞു വന്നിട്ടുണ്ട് പുതിയ കാലഘട്ടം. ആ തരത്തിലുള്ള മിത്സ് ഒക്കെ വരുന്നത് അത് ചിലപ്പോൾ കുട്ടീനെ മാത്രമല്ല പാരന്റ്സിന്റെ ഫാമിലിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വല്ലാത്തൊരു പ്രഷറിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റിന് പോലും ആ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പോലും ഫലിക്കാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വരുമല്ലോ. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഡോക്ടർ സാധാരണ അവരെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറയുക. അവർക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാമിലിയോട് ഏത് തരത്തിലാണ് ആസ് എ ന്യൂറോളജിസ്റ്റ് എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്? എനിക്ക് ഏറ്റവും നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിയുമ്പം എല്ലാ പാരന്റ്സും നമ്മുടെ അടുത്ത് പറയാറുള്ളതാണ്, ഇങ്ങനെ ഒരാൾ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ പറയുന്നതാണോ ശരി അതോ ഇതാണോ ശരി എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്നുള്ള കറക്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബാക്കി സമൂഹത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേറ്റിലെത്തും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന എന്താ ഒരു കുട്ടിക്ക് നോർമൽ ലൈഫ് ആയിട്ട് പോകാൻ കഴിയില്ല, ഇത് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ ഇനി അവൻ ആ ഒരു ബേർഡൻ പേറിക്കൊണ്ട് നടക്കണം, അതെല്ലാം തെറ്റായിട്ടുള്ള ഇതാണ്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഇതുപോലുള്ള അപസ്മാരം വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രോമിനന്റ് റോൾ ടീച്ചേഴ്സിന് ഉണ്ടാവും. ഡെഫിനറ്റ്ലി. കാരണം കുട്ടികളെ ആ ഡേ ടൈമിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. ആ റോൾ എങ്ങനെ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യണം? അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പാരൻസിനോട് പറയും, ഉറപ്പായിട്ടും നിങ്ങൾ സ്കൂളിലുള്ള ടീച്ചറിൻ്റെ അടുത്ത് ഈ കാര്യം പറയണം. ഒത്തിരി സന്ദർഭങ്ങളിൽ ഞാൻ തന്നെ ടീച്ചറെ ഫോൺ വിളിച്ച് ഞാൻ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട്. അപ്പം കുഞ്ഞിന് ഈ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അച്ഛനമ്മമാരെ പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ടീച്ചേഴ്സും സ്കൂളും. കാരണം ഈ അപസ്മാരം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടി ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന ഇപ്പം ബസ്സിലാവാം അല്ലെങ്കിൽ ഓട്ടോയിലാവാം, അതായത് കുട്ടീനെ നോർമലായിട്ട് ഏതൊക്കെ ആൾക്കാരായിട്ടാണോ കോണ്ടാക്ട് വരുന്നത് അവരോടെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കേണ്ടത് എപ്പോഴും ആവശ്യമാണ്. കാരണം നോർമലി നമ്മൾ അപസ്മാരത്തിലുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡോസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് നീലാണ്, ഉണ്ടാവില്ല. മനസ്സിലായി? പക്ഷെ എന്നിരുന്നാൽ കൂടെ കുട്ടികളാണ് കുട്ടികളാണ് മരുന്ന് അച്ഛനമ്മമാർക്ക് തിരക്കായിരിക്കാം, മരുന്ന് കൊടുക്കുന്നുണ്ട് അവരറിയാതെ തുപ്പിക്കളയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പം അതൊക്കെ വരുമ്പം കുഞ്ഞിനെപ്പം വേണമെങ്കിലും വരാനുള്ള ഒരു റിസ്ക് ഉണ്ടാകാം. നമ്മളിപ്പോൾ ഇത് ലൈഫ് ചേഞ്ച് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് എല്ലാ രോഗത്തിനും മുതിർന്നവരോടും പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ഈ രോഗം ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ലൈഫ് ചേഞ്ച് മോഡിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്ത് ചേഞ്ചസ് ആണ് അവർ വരുത്തേണ്ടത്? ഏറ്റവും കൂടുതൽ വേണ്ടത് ശരിയായ സമയത്തുള്ള ഉറക്കം വളരെയധികം അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉറക്കം എന്ന് പറയുന്നത് ഈ മരുന്ന് പോലെ തന്നെ അത്യാവശ്യമാണ്. അവർക്ക് മിനിമം ഒരു 8 മണിക്കൂർ ശാന്തം ആയ ഉറക്കം വളരെയധികം അത്യാവശ്യമാണ്. അതും പ്രിഫറബിളി നമ്മളെപ്പോഴും ഒരു സമയം ഫിക്സ് ചെയ്ത്, അതായത് രാത്രി 10 മണി തൊട്ട് 6 മണി വരെ, അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇതേപോലെ ഹൈഡ്രേഷൻ, അതായത് വെള്ളം കുടിക്കുന്നത്, അത് വളരെയധികം അത്യാവശ്യമാണ്. ഇതേപോലെ ആ സ്ക്രീൻ ടൈമും പ്രത്യേകിച്ച് ഉറക്കത്തിന് മുന്നേ ഒരു മണിക്കൂർ മുന്നെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഉറങ്ങേണ്ടതും വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒത്തിരി എക്സേർഷൻ, അതായത് എന്ന് പറഞ്ഞാൽ സാധാരണ എക്സേർട്ട് ചെയ്യുന്ന, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും സാധാരണത്തേനേക്കാൾ കൂടുതൽ ഒരു ദിവസം മുഴുവൻ എക്സേർഷൻ ചെയ്യുന്നതും ചില കുട്ടികൾക്ക് ഇതേപോലെ വരാനുള്ള ഒരു റിസ്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു റുട്ടീൻ പോലെ സ്ഥിരമായി നോർമലി ഫോളോ ചെയ്യുന്നതിലൂടെ
ഒത്തിരി ഇത് പിന്നെയും വരുന്ന റിസ്കുകൾ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ മാം, നമ്മളിപ്പം ഇപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റിലേക്കും വരികയും പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇപ്പം മോഡേൺ മെഡിസിൻ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ മെഡിസിനിൽ നമുക്ക് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ ഏത് തരത്തിലാണുള്ളത്? ഓരോരോ അപസ്മാരത്തിനുള്ള കാരണങ്ങൾ അനുസരിച്ച് നമുക്കിപ്പോൾ ഒത്തിരി തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ഇതിപ്പം അപസ്മാരം നിർത്താനുള്ള മരുന്നുകളിൽ തന്നെ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതായത് കുഞ്ഞിൻ്റെ എന്താണോ പ്രശ്നം അതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ആ മരുന്ന് മാത്രം നമുക്ക് ഇത്ര കാലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും, മനസ്സിലായി? പിന്നെ അതിൽ അല്ലാതെയും ചില കുട്ടികൾക്ക് മരുന്നുകളിൽ അധികം റെസ്പോൺസ് വരാത്ത രീതിയിലുള്ള അപസ്മാര രോഗങ്ങളും ഉണ്ട്. ഒരു 4-5 മരുന്നുകൾ കഴിച്ചതിന് ശേഷം റെസ്പോൺസ് വരാത്ത തരത്തിലുള്ള രോഗങ്ങളുണ്ട്. അതിനായിട്ട് നമുക്കിപ്പം എപ്പിലെപ്സി സർജറീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ബ്രെയിനിൽ എവിടെയാണോ പ്രശ്നമുള്ളത് ചില സമയത്ത് ആ പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗത്തിനെ മാത്രം നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഈ പ്രശ്നത്തിനെ മറ്റേ സ്ഥലത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഡിസ്കണക്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി തരത്തിലുള്ള എപ്പിലെപ്സി സർജറീസ് ഉണ്ട്. അപ്പം അതെല്ലാം ഇതേപോലെ ഒത്തിരി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നമ്മൾ നോക്കും ഏത് കുട്ടിക്കാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ നോക്കി നമ്മൾ പിന്നെ സർജറി എന്നുള്ള രീതിയിലേക്ക് പ്രൊസീഡ് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. പിന്നെയും പുതിയ രീതിയിലായിട്ടുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻസ് ഉണ്ട്. കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേഗൽ നെർവ് സ്റ്റിമുലേഷൻ, അതായത് നമ്മളുടെ ഈ ബ്രെയിനിൽ എപ്പോഴും ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അബ്നോർമൽ ആയിട്ട് വരുന്നത് കൊണ്ടാണ് അപസ്മാരം ഉണ്ടാകുന്നത്. അത് കുറയ്ക്കാനായിട്ട് ചില മെഷീൻ ഘടിപ്പിക്കുന്നത്. അങ്ങനെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കാർത്തിക മാഡമാണ്. കുട്ടികളിൽ കാണുന്ന അപസ്മാരം, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഈ വിഷയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. നമസ്കാരം.